ആകാശ്, ഈ ഫയൽ ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യണം. ഓക്കെ സാർ. ഓക്കെ. അല്ല, ആകാശ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നില്ലേ? ഞാനിന്ന് പുറത്തുനിന്ന് കഴിച്ചോളാം. സാർ ഒരു മിനിറ്റ്. ആ, ഹലോ. ചേട്ടാ, ഒന്ന് പുറത്തേക്ക് വരാമോ? ചരു, നീ ഓഫീസിന് പുറത്തുണ്ടോ? ഉണ്ട്, ഒന്ന് വരുമോ? ആ, വരാം. ആരാ ആകാശ വന്നിരിക്കുന്നേ? വൈഫാ, ചാരു വന്നിട്ടുണ്ട്. ഓ, ആണോ? ചാരുവിന്റെ അടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ പറ. ചെല്ലാകാശേ, പോയി ചാരുവിനെയും കൂട്ടി വാ. ശരി സാർ. ഫുഡ് നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഉച്ചയ്ക്ക് കഴിക്കാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഞാനെന്താ സ്കൂൾ കുട്ടിയാണോ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ക്യാൻറ്റീനിലെ ഫുഡ് നല്ലതായിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു നേരം ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചെന്ന് വെച്ച് ചത്തൊന്നും പോകത്തില്ലല്ലോ. ആരെങ്കിലും കണ്ടാ എനിക്കാ നാണക്കേട്. നീ പോ, എനിക്കൊന്നും വേണ്ട. ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കഴിച്ചിരുന്നല്ലേ? കല്യാണത്തിന് ശേഷം കഴിക്കാൻ വന്നിട്ടില്ല. അതിന്റെ കാരണമൊക്കെ എനിക്കറിയാം. ബാലമാമനതില് വല്ലാത്ത വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നത്. ഞാനിവിടെ എവിടെയെങ്കിലും മാറി നിന്നോളാം. അക്കുച്ചേട്ടൻ കഴിച്ചിട്ട് കാരിയർ തിരിച്ചു കൊണ്ടുവന്ന് തന്നാ മതി. അതൊന്നും വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നീ പോ. അക്കുച്ചേട്ടാ. ആകാശേ, സാർ. എന്താ അവിടെ? അകത്തേക്ക് വാ. ഓക്കെ സാർ. വാ. ആഹാ, ചാരു ഫുഡും കൊണ്ടുവന്നാണോ? എന്നാ പിന്നെ കൈ കഴുകിയിട്ട് വാ. ആഹാ, ഇത് കുറച്ചധികം ഉണ്ടല്ലോ. സാറിന് കഴിക്കാൻ എടുക്കട്ടെ? ഓ വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാരല്ല, എന്നെ ഇതിന്ന് ഷെയർ ചെയ്യാം. ദാ. ചാരു, സൂപ്പർ ആയിട്ടുണ്ട്. ആകാശേ, താനല്ലേ പറഞ്ഞ ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന്? എന്തിനാണോ വെറുതെ വയറ് കേടാക്കുന്നത്? നല്ല ചൂടോടെ കൃത്യസമയത്ത് ഇതുപോലെ ഭക്ഷണം കൊണ്ടെത്തിക്കാൻ ചാരുവിനെ പോലൊരു ഭാര്യ ഉള്ളപ്പോൾ ആകാശ്, റിയലി യു ആർ എ ലക്കി പേഴ്സൺ. നല്ല അസല് മീൻകറി. നന്നായിട്ടുണ്ട് കേട്ടോ. എന്റെ ഭാര്യ പാചകത്തിന് പിന്നോട്ടാണ്. രാവിലെ എണീറ്റ് എന്തൊക്കെയാ ഉണ്ടാക്കി പാക്ക് ചെയ്തു തരും. ഞാനത് ഉച്ചയാകുമ്പം കഴിച്ചും തീർക്കും. അവക്ക് വിഷമാവരുതല്ലോ. കുറെ നാളായി
ഇതുപോലെ നല്ല കറി കൂട്ടി കഴിച്ചിട്ട്. ആകാശേ, താനെന്താ കഴിക്കാതിരിക്കുന്നേ? കഴിക്കേ, ഇല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ തീർക്കും കേട്ടോ. അല്ല, സാറ് കഴിച്ചോ, ഇറ്റ്സ് ഓക്കെ. ചാരു, റിട്ടയർമെന്റിന് മുമ്പ് ചാരുവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക്സ്. ചാരു, നാളെ ഇതുപോലെ കൊണ്ടുവന്നാൽ നന്നായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് ജോലി കുറയും, എനിക്ക് നല്ല ഭക്ഷണവും കഴിക്കാം. അതിനെന്താ സർ, കൊണ്ടുവരാലോ. ചാരു എന്നും ഭക്ഷണം കൊണ്ട് വരുന്നത് ആകാശം ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല സാർ. ആകാശ് പറഞ്ഞൊന്ന് നോക്കണ്ടേ ചാരു, ഞാൻ പറഞ്ഞോളാം ആകാശിനോട്. ഓക്കെ. സൂപ്രണ്ട് സാർ അങ്ങനെയൊക്കെ പറയും എന്ന് വെച്ച് ഭക്ഷണം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ കഴിക്കാൻ വീട്ടിലോട്ട് വന്നോളാം.